വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ കാവിലിനി പൂരക്കാലം പൂരത്തിന് മുന്നോടിയായുള്ള 17 ദിവസത്തെ തോൽപ്പാവക്കൂത്തിന് ഇന്ന് തുടക്കമാകും. ദേവസ്വം ബോർഡ് കൂത്തോടെയാണ് തുടക്കം. ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികളും ഇന്നു മുതൽ ആരംഭിക്കും. എല്ലാ വർഷത്തെയും പോലെ പാലപ്പുറത്തെ എ സദാനന്ദ പുലവരും സംഘവുമാണ് ഇത്തവണയും കൂത്ത് അവതരിപ്പിക്കുക. 7 ദേശങ്ങളും തട്ടക നിവാസികളും പൂരത്തിന്റെ ആരവങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. ഇനി 17 രാവുകളിലും ചിനക്കത്തൂരിലെ കൂത്തുമാടം ഉണർന്നിരിക്കും. ദേവസ്വം കൂത്തോടെ ഇന്ന് ചിനക്കത്തൂരിലെ തോൽപ്പാവക്കൂത്തിന് തുടക്കമാകും. കൂത്തിനോടനുബന്ധിച്ച് വൈകിട്ട് കഥകളി, കമ്പം കത്തിക്കൽ എന്നിവ നടക്കും. 53 വർഷമായി കലാപാരമ്പര്യത്തിനുടമയായ സദാനന്ദ പുലവരും സംഘവുമാണ് ഈ വർഷവും കൂത്ത് അവതരിപ്പിക്കുന്നത്. പാലപ്പുറം ചിനക്കത്തൂർക്കാവിലെ 53ാമത്തെ വർഷമാണ് ഞാൻ തോൽപ്പാവക്കൂത്തുമായിട്ട് പാലപ്പുറം ചിനക്കത്തൂർക്കാവിലേക്ക് കയറുന്നത്. കഴിഞ്ഞ വർഷങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഈ വർഷം കൂത്ത് നടത്താനുള്ള സംവിധാനം ഞങ്ങൾ 6 മാസം മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പൂരത്തിന് മുന്നോടിയായുള്ള പാട്ടുതാലപ്പൊലിയും ഗുരുതിയും ഫെബ്രുവരി 17-നാണ്. തോൽപ്പാവക്കൂത്ത് സമാപിക്കുന്ന ഫെബ്രുവരി 19-ന് പൂരം കൊടിയേറും. 20-ന് പറയെടുപ്പ് തുടങ്ങും. 28-ന് പൂരത്താലപ്പൊലിയും മാർച്ച് 1-ന് കുമ്മാട്ടിയും നടക്കും. മാർച്ച് 2-നാണ് ചിനക്കത്തൂർ പൂരം. വളരെ വൈവിധ്യമാർന്ന ഒരു പൂരക്കാലം കൂടി വരികയാണ്. അപ്പം ഈ വർഷത്തെ പൂരം വളരെ ഭംഗിയാക്കി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കമ്മിറ്റി. സംഗീത നിശകൾ, തായമ്പക, കഥകളി, സംഗീത കച്ചേരികൾ, നൃത്തപരിപാടികൾ എന്നിവ ഒരു മാസക്കാലത്തിനിടെ അരങ്ങേറും. കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും തുടങ്ങി നിരവധി വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നതാണ് ചിനക്കത്തൂർ പൂരം. ന്യൂസ് മലയാളം, പാലക്കാട്.